ചോലെ ചനയും ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്നത്തെ സ്പെഷ്യല് പൊന്നുവിന്റെ വക ചോലെ ചന ചപ്പാത്തി. അപ്പൊ പൊന്നു, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയാമോ? യെസ്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ബോയിൽഡ് ചോളച്ചനയാണ്. ചോളച്ചന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ വലിയ കടല. അപ്പം ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തലേ ദിവസം തന്നെ ഇത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. ബിക്കോസ് നമ്മൾ ബോയിൽ ചെയ്യാൻ നേരത്ത് ഇതൊരു 3 വിസിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ചോളച്ചന ബോയിൽ ചെയ്തത്. പിന്നെ നമുക്കുള്ളത് കുറച്ച് ഓണിയൻസ് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ, വെളുത്തുള്ളി ആൻഡ് 2 പച്ചമുളകും. ഇതെല്ലാം നമ്മൾ മിക്സറിന്റെ ജാറിനകത്ത് ഇട്ടിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കും. ഇത് ചാറായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഓണിയൻസ് കട്ട് ചെയ്തത്, ചെറിയ ഓണിയൻസ്. ഇത് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും ലാസ്റ്റ്. നെക്സ്റ്റ് നമുക്കുള്ളത് ഇനി മസാല ഐറ്റംസ് ആണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചോലെ ചന മസാല, ചോപ്പ് ചെയ്തിരുന്ന വെജിറ്റബിൾസും പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ മസാലകളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതൊന്ന് നല്ലതുപോലെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ നമ്മൾ വെജിറ്റബിൾസും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മള് പാൻ വെച്ചതിന് ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് അണിയൻസ് അതൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മളുടെ അണിയൻസ് കുറച്ചൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കിനും നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അത് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്കിനും നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കടലയിൽ കുറച്ച് അതിന്റെ വെള്ളവും കൂടി കാണും, അത് കളയരുത്. അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ചോലെ ചന മസാല ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളെല്ലാം പിടിക്കണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഉപ്പ് കുറവാണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വരണ്ട് വരണം അല്ലേ? ഇനി ഇത് കുറച്ചു നേരം ഒന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്ന് വറ്റി വരണം. അത്രയും. നമ്മൾ കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ മല്ലിയില ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരത്തെ തന്നെ ഇട്ട് കൊടുക്കുക, സോ ദാറ്റ് അതിന്റെ ഫ്ലേവറും നമുക്ക് അതിനകത്ത് ഒന്ന് കിട്ടും. നമ്മൾ കറി നല്ല വരണ്ട് വന്നിട്ടുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി നല്ലതുപോലെ വരണ്ടു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി ഒരു ബൗളിലേക്ക് മാറ്റും. അപ്പൊ നമ്മുടെ ചോലെ ചന കറി ഇതേ റെഡി. അപ്പൊ നമുക്ക് ഇനി പെട്ടെന്ന് ചപ്പാത്തി കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ ചപ്പാത്തിയും ചോലെ ചന കറിയും റെഡി. ഇപ്പോഴത്തെയും പോലെ ടേസ്റ്റ് ചെയ്യാൻ ഏട്ടനെ തന്നെ ഏൽപ്പിക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചപ്പാത്തി എടുക്കുക.